ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ റെസിപ്പി എന്താ നോക്കിയാലോ, നല്ല അടിപൊളി വറുത്തരച്ച ഞണ്ട് കറിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞണ്ട് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ, വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിന് ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു പകുതി സവാളയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 പച്ചമുളക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ജസ്റ്റ് വാടി വന്നാൽ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് രണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണിത്. ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഇതിലില്ല കേട്ടോ. നമ്മൾ എന്ത് കറി വെക്കുമ്പോൾ മസാലപ്പൊടികൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടിനുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുക്കാനുള്ള കാര്യം റെഡിയാക്കാം കേട്ടോ. ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി, 1 സ്പൂണ് വലിയ ജീരകം, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. നല്ല ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അരപ്പം നമ്മൾ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും മല്ലിയിലയും കൂടി ഇട്ട് നല്ലോണം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 1 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ നമ്മൾ അടിപൊളി ഞണ്ട് കറി സെറ്റായി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.